ദുൽഖർ 35 ലക്ഷം ചോദിച്ചു, ശ്രീഷ 10 ലക്ഷം ചോദിച്ചു, അതുപോലെ അമല 28 ലക്ഷം ചോദിച്ചു. പക്ഷേ ഇവരൊക്കെ ഇത്രയും ലക്ഷം ചോദിച്ചപ്പോൾ ഈ ഫിറ്റ്നസ് സെന്ററിന്റെ, അതായത് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്ററിന്റെ MD ശ്രീ സാബു വർഗീസ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്താണ് ലൈഫ് ചേഞ്ച്? എന്താ ഉദ്ദേശം? ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് കേരളത്തിൽ ആദ്യമായിട്ട് ആയിരിക്കും ഇങ്ങനൊരു സിസ്റ്റം വരുന്നത്. ഫിറ്റ്നസ് മേഖലയിൽ സാധാരണ ജിമ്മുകളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഉണ്ട്. ഫിറ്റ്നസ് മേഖലയിൽ ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എല്ലാ സ്ഥലത്തും ജിമ്മുണ്ട്, ഒരുപാട് ജിമ്മുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ ജിമ്മുകളൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷറി ജിമ്മുകളാണ്. പക്ഷേ ഇത് ഞാൻ ഫിറ്റ്നസ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജിമ്മ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജിമ്മെന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ വരുന്ന ഒരു ധാരണ മസിൽ, ഒരു ബോഡി ബിൽഡർ, ഒരു മാംസ അതുണ്ടമായിട്ടുള്ള ഒരു ആകാര ഭംഗിയോട് കൂട്ടിയുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫിറ്റ്നസ്സാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്ന് പറയുന്നത്. ബോഡി ഫിറ്റ്നസ്സാണ് ആവശ്യം ആളുകൾക്ക്, സാധാരണക്കാർക്കും ഇല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ആവശ്യം. അത് നമ്മൾ കൃത്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ് ലൈഫ് ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത്. എൻ്റെ 33 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പഠനവും എൻ്റെ യാത്രയും എൻ്റെ സ്വപ്നവും അതാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സ്വപ്ന സാക്ഷാത്കാരമാണ്. അതെ. ഇന്നോഗ്രേഷൻ ഞാൻ ശരിക്കും ഇത് കേരളത്തിൽ നമ്മുടെ ഈ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസിൻ്റെ ആദ്യത്തെ സംരംഭമാണ് പാലാരിവട്ടത്ത് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. 17-ാം തീയതി ചിങ്ങം 1 17-ാം തീയതി കർഷക ദിനം അന്നാണ് നമ്മളിത് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഞാൻ സംസാരിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏതൊരാളുടെയും കേരളത്തിൽ ഇല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ഉള്ളിൽ ഒരു നല്ല ഒരാൾ, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ 4 പേര് അറിയുന്ന ഒരാൾ വന്ന് ഇന്നോഗ്രേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളായിരിക്കുമല്ലോ, ആളുകളായിരിക്കും, താരങ്ങളെ ആയിരിക്കും ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുക. അതുപോലെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലും ഉണ്ടായി. ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും വലിയൊരു സംവിധാനത്തിൽ ചെയ്തിരിക്കുന്ന 10,000 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനം ഏതെങ്കിലും നല്ലൊരു സെലിബ്രിറ്റി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹം അതെനിക്കും ഉണ്ട്. ആളുകൾ എന്നോട് പറയുകയും ചെയ്തു, എൻ്റെ കൂടെ നിന്ന ആളുകളൊക്കെ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ശരി, ഇത് നമുക്ക് ഡയറക്റ്റ് ഒരാളെയും നമുക്ക് മമ്മൂട്ടിയോട് സംസാരിക്കാൻ പറ്റില്ല, മോഹൻലാലിനോട് സംസാരിക്കാൻ പറ്റില്ല, അല്ല വലിയ താരങ്ങളാണ്. അപ്പോൾ അവർ ഇതൊക്കെ സംസാരിക്കാൻ ഇടനിലക്കാരാണ്. അപ്പോൾ ഇടനിലക്കാരിലൂടെ സംസാരിച്ച് നമ്മൾ അവരുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ച് വരുന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചത് വലിയൊരു ലോകത്തിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓരോ താരങ്ങളുടെ പ്രതിഫലം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്നോഗ്രേഷൻ്റെ അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് പിന്നെ ദുൽഖർ 35 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ, പിന്നെ ഉണ്ണി 25 ലക്ഷം രൂപ, പിന്നെ അങ്ങനെ പിന്നെ ബാബുവാനയ്ക്ക് ഒരു റേറ്റ്, അങ്ങനെ പല ആളുകൾക്കും ഒരാൾക്ക് എയർ ടിക്കറ്റ് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒടുവിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് സിനിമാ നടി നമ്മുടെ പിന്നെ അമല പിന്നെ 28 ലക്ഷം, അതായത് 15 ലക്ഷം രൂപ, പിന്നെ അത് 28 ലക്ഷം രൂപ അവർ ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോയ്ക്കൊക്കെ. കാരണം അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഈ ആർട്ടിസ്റ്റുകൾ അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജും ഈ താരപദവിയാണ്. ഇവരുടെ ഒരു കാലഘട്ടം വരെ ഇത് ഉണ്ടാവുകയുള്ളൂ. ഉൾക്കാട് ഇപ്പം അഖിൽമാരാർ ആ സമയത്തൊക്കെ ഇന്നോഗ്രേഷൻ എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞിട്ടുണ്ട് പച്ചയായിട്ട് 5 ലക്ഷം രൂപയാണ് എൻ്റെ ഇന്നോഗ്രേഷൻ ചാർജ് എന്ന് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി വന്ന് ഞാൻ അവസാനം നമ്മുടെ ക്രിക്കറ്റ് താരത്തിൻ്റെ അടുത്തെത്തി, ശ്രീശാന്തിപ്പോൾ ശ്രീശാന്ത് റേറ്റ് 10 ലക്ഷം രൂപ. അപ്പം ഇതൊന്നും കൂടുതലാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് ഈ താരം, അപ്പം ഹണിറോസിൻ്റെ ഒരു റേറ്റ്, അപ്പം ഇത്രയും പണം കൊടുത്തിട്ട് ഇവർ വരുമ്പോൾ ഇവർ ജസ്റ്റ് വന്ന് നമ്മുടെ ഒരു നാട മുറിച്ചിട്ട് പോകുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാണ് ഇത്രയും ലക്ഷങ്ങൾ. അപ്പം അതൊരിക്കലും ഒരു കൂടുതലല്ല. ഞാനത് കൂടുതലാണെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് മറ്റു പല കാര്യങ്ങളിൽ ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടായെന്നുള്ളതാണ്. എനിക്ക് ചിന്തിക്കാനുള്ള അവസരം നമ്മൾ എല്ലാ ബിസിനസ്സുകാരോടും എനിക്ക്, കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ കോടികൾ ലക്ഷങ്ങൾ, ഈ താരങ്ങൾ, ഈ സൈഡ് ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, താരങ്ങൾ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്, പ്രതിഫലം വാങ്ങുന്നുണ്ട്, കോടികൾ. അവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിൻ്റെ പണം കിട്ടിയിട്ട് വേണ്ട അവർക്ക് ജീവിക്കാൻ. അപ്പം ഞാൻ ചിന്തിച്ചത് ഈ ഒരു പണം ഇങ്ങനെയുള്ള പിന്നെ പ്രോജക്റ്റുകളുമായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകാർ ഈ പണം എന്നെ സംബന്ധിച്ച് ഇത് ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇത് സമൂഹത്തിൻ്റെ, അതായത് സോഷ്യൽ കമ്മിറ്റഡ് ആണ്. ഞാൻ സോഷ്യൽ കമ്മിറ്റ് അറിയാലോ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്, നമുക്ക് ഒരു കടപ്പാടുണ്ട് നമുക്ക്. അപ്പം ഇതിലേക്ക് ഈ ഇന്നോഗ്രേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഫണ്ട്, ഈ പണം
ഇതെന്തുകൊണ്ട് നമുക്കിത് ഉപയോഗപ്പെടുന്ന സാധാരണക്കാരിലേക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തുവിടാന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും ആ ഒരു ചിന്ത വളരെ നല്ലതാണ്. ഞാനും കുറെ നാൾ ഈ കാര്യം ചിന്തിച്ചിരുന്നു. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഓൾറെഡി കോടീശ്വരന്മാരാണ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നതല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോകുന്നതല്ലാതെ സമൂഹത്തിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഈ അവർക്ക് കൊടുക്കുന്ന ഒരു 10 ലക്ഷമാണ് ഈ ഉദ്ദേശിച്ചുവെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്താൽ 10 കുടുംബങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറിയേക്കാം. അതിലേക്ക് ഞാൻ വരുന്നത് ഞാൻ ഒരുപാട് ഇപ്പം നമുക്ക് ഒരാളെ കുറച്ച് സമയത്തേക്ക് സഹായിക്കാനാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. കുറച്ച് ദൂരത്തേക്ക് ഒന്നോ രണ്ടോ മാസത്തേക്ക് സഹായിക്കാനാണെങ്കിൽ അവർക്ക് നമുക്ക് കുറച്ച് പണം കൊടുക്കാം. അവരെ ജീവിതകാലം മുഴുവനും അവരെ രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കാൻ ഷാഫി പറമ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഞാനത് ആലോചിച്ചു. അപ്പം കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, പിന്നെ ഈ ഫിസിക്കലി അതായത് ഓട്ടിസം അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്കും ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും ചികിത്സാ ചെലവുകളും അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് കുറച്ച് സഹായിക്കുക. ചികിത്സാ സഹായമായിട്ട് ചെയ്യുക, ഭവന നിർമ്മാണവുമായിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് മേഖലയിൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് ഞാനൊരു ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും കൂടി ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ നേരത്തെ 14 ജില്ലയിലും ആളുകളുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ വയനാട് ജില്ലയുടെ ദുരിതാശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു സംവിധാനം. ഈ പണം എന്തുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ച പണം, കാരണം ഇതിനൊന്നും ഇവർ നേരിട്ട് 2-3 പേര് ഞാൻ സംസാരിക്കുന്നുള്ളതാണ്. എനിക്ക് ഇവരോട് സംസാരിക്കാനുള്ളൊരു എനിക്ക് ഏറ്റവും സന്തോഷം ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഇന്ദ്രൻസിനെ വിളിച്ചു. നടൻ ഇന്ദ്രൻസിനെ ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹം അന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കുറേ പൂജ നടക്കുന്നുണ്ട്. അയാൾ അത് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എൻ്റെ ആശയത്തെ കേട്ടപ്പോൾ എന്നെപ്പോലെ ഒരാളെ കൊണ്ട് ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം ഒരു പണവും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം വരാതിരിക്കുന്ന കാരണത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ മഹേന്ദ്രനും 2 പേരും എന്നെ വിളിച്ചു എന്നുള്ളതാണ്. സാർ സോറി, വരാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. മറ്റൊരിക്കലും നിങ്ങളുടെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിതിനകത്ത് എനിക്കിതിന് ഏറ്റവും എന്തായാലും ഉദ്ഘാടനം നടത്തണമല്ലോ. അപ്പോൾ ഉദ്ഘാടനം എന്ന് പറഞ്ഞത് ഞാൻ ശരിക്കും ഞാനിതിൻ്റെ ഒരാശംസ, അതായത് നമ്മുടെ MLA ഉമാ തോമസ്, തൃക്കാക്കര MLA ഉമാ തോമസ്, ഞാൻ കണ്ട 2 MLAമാരിൽ കേരളത്തിലെ 2 എനിക്ക് ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്നേഹമുള്ള അല്ലെങ്കിൽ ആളുകളോട് എന്താണ് അവരുടെ ജോലി, അവർ ചെയ്യുന്ന ഉദ്യമം എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന 2 വ്യക്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 വ്യക്തി. ഒന്ന് കാസർഗോഡ് MLA ആയിട്ടിരിക്കുന്നൊരു NA നെല്ലിക്കുന്ന് MLA, 2 ഈ ഉമാ തോമസ് MLA, തൃക്കാക്കര MLA ആയിരിക്കും ഉമാ തോമസ്. അപ്പോൾ ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ അവർ തന്നെയാണ് ഇതിന് പറ്റിയ ആളെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുകയും അവരോട് ഞാൻ സംസാരിക്കുകയും അവർ ഉദ്ഘാടനത്തിന് ചിങ്ങം 1 17-ാം തീയതി ഓഗസ്റ്റ് 17 ചിങ്ങം 1 നടക്കുന്ന ഉദ്ഘാടനം ഉമാ തോമസ് ആയിരിക്കും ഉദ്ഘാടനം നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് നമ്മുടെ മാജിക് പ്ലാനറ്റിലുള്ള എൽദോ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആർട്ടിലുള്ള ആ കുട്ടി അറിയാമായിരിക്കും. അദ്ദേഹം ഉണ്ടാവും. മുഖ്യ അതിഥിയായിട്ട് ഞാൻ അദ്ദേഹത്തെയാണ് ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെ നടന്നാൽ കുറെ പേർക്ക് ഇതൊരു മാതൃകയാവും. ഈ നടന്മാർക്കും നടിമാർക്കും കൊടുക്കുന്ന കോടികൾ പാവങ്ങൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു മാറ്റം തന്നെയായിരിക്കും. ഇതിലൂടെയും ഞാൻ വീണ്ടും പറയാം, എപ്പോഴും ഞാൻ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വ്യത്യസ്തമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതും വിവാദങ്ങളിലേക്കില്ല. കാരണം ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന പണം കൊടുത്തോട്ടെ, അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ 600ഓളം ആളുകൾ, അതായത് 400-ലധികം ഇത് മരണം നടന്നത് വയനാട്ടിൽ ഇത്രയും വലിയൊരു അപകടം നടന്ന് നമ്മളൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നേരം വെളുത്തപ്പം നമ്മുടെ കൂടത്തിൽ കിടന്ന ആളുകളില്ല അല്ലേ, നമ്മളൊക്കെ നാളെ ഉണ്ടോയെന്ന് പോലും അറിയാത്തൊരു ലോകത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ മനുഷ്യനാണ്, സഹജീവികളോട് കരുണയുള്ള ആളാണ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് എൻ്റെ ചിന്ത ആയിരിക്കില്ല എല്ലാവരുടെയും ചിന്ത. പക്ഷേ ഈ ചിന്തയിൽ മറ്റുള്ള ഫിറ്റ്നസ് സെൻറ്ററുകളായിക്കോട്ടെ, മറ്റുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാം പോകണം, എല്ലാം മുന്നോട്ട് പോകണം. നമ്മൾ ഈ വാങ്ങുന്ന പണത്തിനുള്ള സർവീസ് കൃത്യമായിട്ട്, എന്നെ പലരും പറയും നിങ്ങളുടെ ഈ ആശയം നിങ്ങളിങ്ങനെ പറയരുത്, ആളുകളിത് അത് കോപ്പി അടിക്കും.
ഞാൻ പറഞ്ഞു എൻ്റെ ആശയങ്ങളെ കോപ്പി അടിക്കണം. കാരണം എനിക്ക് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ളത് കൊടുവള്ളിയിലാണ്. അവിടെ ജ്വല്ലറികൾ ഉള്ളതുകൊണ്ട് അവിടെ കച്ചവടത്തിൽ കുറയുന്നില്ല. ഇത് എത്ര ഫിറ്റ്നസ് സെൻ്ററുകൾ ഉണ്ടായാലും ആരോഗ്യമുള്ള ഒരു തലമുറ, രോഗമില്ലാത്തൊരവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് എൻ്റെ ഡ്രീം. ഇത് ആ ഒരു അവയർനെസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാകണം. എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഒരു ബോധവൽക്കരണം നിങ്ങൾക്കിത് വേണമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? മറ്റെല്ലാ മേഖലയിലും നമ്മൾ പണം മുടക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്, എന്തുകൊണ്ടാണ് പറയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടുന്നൊരു സംവിധാനം, ഇവിടെ ജെൻസിൻ്റെ ഫിറ്റ്നസ് സെൻറ്റർ, ലേഡീസിൻ്റെ ഫിറ്റ്നസ് സെൻറ്റർ, ബ്യൂട്ടി ക്ലിനിക്ക്, അതെല്ലാം കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്കിവിടെ കൊടുക്കുന്നത്? ഏറ്റവും ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ആയിക്കോട്ടെ, ഒരു സർവീസ് സെൻറ്ററോ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സർവീസാണ്. എൻ്റെ 160-ഓളം ട്രെയിനേഴ്സിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ നമ്മൾ സെലക്റ്റീവ് ആയിരിക്കുന്നത് 14 പേരാണ്. ഡോക്ടറിൽ 25ഓളം സ്റ്റാഫ് ഉണ്ട് ഇവിടെ. എല്ലാം നന്നായി പെരുമാറാൻ അറിയുന്ന, ചിരിക്കാൻ അറിയുന്ന, ആളുകളോട് സംസാരിക്കാൻ അറിയുന്ന ആളുകളാണ് സർവീസ് ചെയ്യാനുള്ള കൂടെ ഉള്ളത്. ഏറ്റവും നല്ലത്. അതിൻ്റെ അപ്പുറം നമുക്ക് പറയാനുള്ളത് എക്യുപ്മെൻറ്റ്സ് ആണ്. എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഓൺ ബ്രാൻഡ് എല്ലാ ഹൈലി ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മുകളിലൊക്കെ സ്റ്റുഡിയോ നമ്മൾ എയറോബിക്സിനൊക്കെ സെപ്പറേറ്റ് സ്റ്റുഡിയോ ആണ്. എയറോബിക്സ്, സുംബ, യോഗ, കരാത്തെ, ഇതിനൊക്കെ സെപ്പറേറ്റ് സെക്ഷൻ, വേറെ സെപ്പറേറ്റ് തന്നെ സെക്ഷനാണ് അതിനുള്ള. പിന്നെ ഫുഡ് കോർട്ട്, പ്രോട്ടീൻ ഷോപ്പ്, ജ്യൂസ് കോർണർ. ഈ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ, ഇത് കഴിഞ്ഞാലും ഒന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ. അതിനപ്പുറം നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സർവീസ് എനി ടൈം നമ്മളിപ്പോൾ 5 ഹോസ്പിറ്റലുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട് നമുക്ക്. അതിനപ്പുറം നമുക്കിവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, ഡയറ്റീഷ്യൻ ഉണ്ടാവും, ന്യൂട്രീഷൻ ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള ആളുകളുണ്ടാവും സർവീസിനുള്ള. അതാണ് ഇനി എടുത്തു പറയാനുള്ള പ്രത്യേകത. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നാൽ നാട്ടിൽ ഹോസ്പിറ്റലിൽ ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്ന ആരോഗ്യമുള്ളവരായി മാറുമല്ലോ. ആതുരാലയങ്ങളുടെ എണ്ണം കുറയ്ക്കുക, ഹെൽത്ത് ക്ലബ്ബുകൾ വളർത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ രോഗിയല്ലെങ്കിലും തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ അയാൾ രോഗിയായിരിക്കണം എന്നൊരു ഡോക്ടർക്ക് നിർബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അദ്ദേഹം നല്ല സത്യത്തിനായതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല, ഇനി അങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷേ ഉണ്ടാവണം, കാരണം ഇതൊരു വ്യവസായമാണ്. അത് കാരണം ഇത്രയും ആളുകൾക്ക് ഇപ്പം വലിയ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇത് ഉണ്ടായേ മതിയാവും. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള ആൾ, കാരണം ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഡോക്ടേഴ്സിനടക്കം ഇപ്പം നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് ചെന്നാലും നിങ്ങൾ വ്യായാമം ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ത് രോഗമായിട്ട് ചെന്നാലും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വ്യായാമം ഇല്ലായ്മയാണ്. അപ്പം നിങ്ങൾ വ്യായാമം ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ അതിനൊരു ഞാൻ ഈ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ടൈപ്പായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു ഫ്രാങ്ക് ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ്. മറ്റ് ഫിറ്റ്നസ് സെൻ്ററിൽ പോകാതെ ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു 1-2 കാരണങ്ങളൊന്ന് പറയാമോ? അല്ല, വരാനായില്ല. ഓപ്പണിംഗ് ഇപ്പോൾ 17-ാം തീയതി ഓപ്പൺ ആകുമല്ലേ ഉള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവില്ല. ഒരു പാർക്ക് പോലൊക്കെയാണ്, ഡാൻസും അതും ഇതൊക്കെ ആയിട്ട് ഒരു അടിച്ചു പൊളിക്കാൻ നമുക്ക്. നമ്മൾ ജിമ്മിൽ പോയി കഷ്ടപ്പെടുക എന്നുള്ളതല്ല ഇവിടുത്തെ കോൺസെപ്റ്റ്, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? വിശ്രമകാലം ഇല്ലെങ്കിൽ ശിഷ്ടകാലം, ഇനി മുന്നോട്ടുള്ള കാലം, ഒരു 35 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ മനുഷ്യൻ ഓടുകയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്താ പറയുക, ഇതൊരു ഡേ കെയർ ആണ്. അതായത് ഈ വയസ്സായ ആളുകൾക്ക് വീട്ടിലിരുന്ന് നരകിക്കുന്ന അവസ്ഥയുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, നോക്കാൻ ആളില്ല. പക്ഷെ അവരെയൊക്കെ വീട്ടിൽ പോയി എടുത്തോണ്ട് വന്ന് ഇവിടെ ട്രീറ്റ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി തിരിച്ചു അയക്കുന്നു. എടുത്തുകൊണ്ട് വരേണ്ട ആളെ കൊണ്ടില്ല, നടന്ന് വരാൻ കഴിയുന്ന ആളുകൾ പിക്ക് ചെയ്ത് നമ്മുടെ വാഹനത്തിൽ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചവിടെ സുരക്ഷിതമായിട്ട് തിരിച്ചവിടെ കൊണ്ടുവിടുന്നു. അതൊക്കെ നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ, തീർച്ചയായും. അപ്പൊ എല്ലാ ആളുകളും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വളർന്നു വരണം. ഇല്ല ഒരിക്കലും ഇല്ല. ഇതുപോലെ ആയിരിക്കണം എല്ലാ സ്ഥലത്തും. ഇപ്പൊ എല്ലാവരും മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. പിന്നെ നന്നായി സർവീസ് കൊടുക്കുക എന്നുള്ളത്. ഒരാളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പം, ഒരു ഫിറ്റ്നസ് സെൻ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന 2000 ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, ആ ജോയിൻ ചെയ്യുമ്പം ആ വാങ്ങുന്ന പണത്തിനുള്ള സർവീസ് നമ്മൾ കൊടുക്കണം. അതെല്ലാ ഫിറ്റ്നസ് സെൻ്ററുകാരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നി മറ്റൊരു കാര്യം പറയട്ടെ, സാധാരണ ഫിറ്റ്നസ് സെൻ്ററിൽ പോകുമ്പോൾ അവിടെ ജിമ്മന്മാരുടെ ഒരു ഫോട്ടോകൾ വെച്ച് ഇങ്ങനെ അറുമാതിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എവിടെ അത് കാണാൻ കഴിയില്ല. മനോഹരമായിട്ടാണ് ഞാൻ ചെയ്ത്. മിറർ മാത്രമേ ഉള്ളൂ, നമ്മളെ കണ്ടാൽ മതി. അതെ, എന്താണ് ഒരു കോൺസെപ്റ്റ്? നമ്മളെ കണ്ടാൽ മതി. നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചു നോക്കൂ, അടുത്ത ആളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയുന്നവനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ.
അടുത്തവൻ്റെ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ കാണുക. നമ്മൾ കൈ രണ്ടും തുടച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൈകളിലേക്ക് ഇങ്ങനെ നോക്കുക. നമ്മൾ കണ്ണാടിയിൽ നോക്കുക. എൻ്റെ മുഖം കാണുക. എൻ്റെ മുഖം കണ്ട് എന്നെ നോക്കുമ്പോൾ എന്നെ ശുഷ്കിച്ച മുഖവും ഒട്ടിയ നെഞ്ചും വീർത്ത വയറും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ രാവിലെ പുച്ഛമായി കോൺഫിഡൻസ് നഷ്ടപ്പെടും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരാളുടെ അടുത്ത് പോയി നിൽക്കാനും സംസാരിക്കാനും പെരുമാറാനും നമ്മളെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. പേഴ്സണാലിറ്റി ആ ഒരു കോൺഫിഡൻസ് ആ പേഴ്സണാലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളിൽ ഒരാളും സ്വയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ വേറൊരാൾ മറ്റൊരാൾ കണ്ടെത്തുകയാണ്. നിങ്ങൾ നന്നായി പാട്ട് പാടും, നിങ്ങൾ നന്നായി ഡാൻസ് കളിക്കും, പ്രസംഗിക്കും, ഇത് വേറൊരാൾ കണ്ടെത്തുകയാണ്. നിങ്ങളിൽ നല്ലൊരു ബോഡി ബിൽഡർ ഉണ്ട്, നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ഉണ്ട്, നിങ്ങളെ ഈ ഫിറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഞാനാണ്. നിങ്ങൾ വരണം, നിന്ന് തരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഈ കണ്ണാടിയുടെ ഉദ്ദേശം അതാണ്. നിങ്ങളെ കാണുക, നിങ്ങളിലൂടെ മറ്റുള്ളവരെ കാണുക, നിങ്ങളെ കാണും പോലെ മറ്റുള്ളവരെ കാണുക. എനിക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് മനസ്സിലാക്കുക. അതേപോലെ മാനുഷിക മൂല്യങ്ങളെ വളർത്തുന്ന രീതിയിൽ ഹെൽത്ത് ക്ലബ്ബുകൾ വളരണം. തീർച്ചയായും നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ബ്യൂട്ടി പാർലർ. ഇത് നമ്മൾ ഫ്രീ വർക്കൗട്ട് അല്ലല്ല, അതെ ഇത് ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ഏരിയയാണ്. ഇത് മെഷീനൊക്കെ മുകളിലോട്ട് കുറേ മെഷീൻ മുകളിലോട്ട് പോകും, മുകളിലോട്ട് പോകും, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് ബ്യൂട്ടി ക്ലിനിക്കാണിത്. ഇതാണ് ബ്യൂട്ടി പാർലർ ഏരിയ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ജെൻസിൻ്റെ സ്റ്റീം ബാത്ത്, ഡ്രസ്സിംഗ് റൂം, ഷവർ റൂം എല്ലാം ഈ ഭാഗത്ത് ഉള്ളത്. ഇത് അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലേഡീസ് സെപ്പറേറ്റ് ആണ്. ലേഡീസിന് സെപ്പറേറ്റ് സെക്ഷനാണ്. ലേഡീസിനുള്ള സ്റ്റീം ബാത്ത്, ഡ്രസ്സിംഗ് റൂം, ഷവർ റൂം എല്ലാം ഈ ഭാഗത്താണ്. ടോയ്ലറ്റ് എല്ലാം ഈ ഭാഗത്താണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രം സെപ്പറേറ്റ് തിരിച്ചിരിക്കാം. ഈ യൂണിസെക്സ് ആണ്, മിക്സ്ഡ് ജിമ്മാണ്. ലേഡീസും ജെൻസിനും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേഷൻ ആണ്. എന്തായാലും അതിൻ്റെ ഒരു ഇനാഗുറേഷൻ ഡേറ്റും ആളുകളൊക്കെ ക്ഷണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞേക്കുന്നു. എല്ലാ ആളുകളെയും ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1 കർഷക ദിനം വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്യുന്ന ലൈഫ് ചേഞ്ച് ഫിറ്റ്നസിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് എല്ലാ ആളുകളെയും, മുഴുവൻ ആളുകളെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.